ഹായ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്ലം കേക്കാണ്. ഈ ഒരു പ്ലം കേക്കിൻ്റെ ഫ്രൂട്ട്സും നട്ട്സൊക്കെ നമ്മൾ ഒരു മാസം വൈനിൻ്റെ അകത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ട് ചെയ്തെടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ ഈ ഒരു കേക്ക് നമുക്ക് എത്ര കഴിച്ചാലും മതിയാവില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. അതുപോലെ ഞാൻ ഈ ഒരു കേക്ക് റെസിപ്പി ചെയ്തിരിക്കുന്നത് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാവുന്ന രീതിയിലാണ് ഈ റെസിപ്പി ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് കേക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടി കേക്ക് ടിന്നൊന്ന് റെഡിയാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ഞാൻ ഇതുപോലെ ഒരു ഡിസ്പോസിബിൾ പേപ്പർ മൗൾഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് പകരം നമുക്ക് ബട്ടർ പേപ്പർ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ തേച്ചിട്ട് മൈദ ഇട്ടൊന്ന് ഡസ്റ്റ് ചെയ്ത് എടുത്താലും മതിയാവും. ഇപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു മാസം വൈനിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സും നട്ട്സും ആണ്. അപ്പോൾ ആ ഫ്രൂട്ട് സോക്ക് ചെയ്തിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ ഫ്രൂട്ട് സോക്ക് ചെയ്യുമ്പോൾ കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും കുതിർത്ത് വെച്ചിട്ട് വേണം കേക്ക് ചെയ്തെടുക്കാൻ. കൂടുതൽ നാൾ കുതിർത്ത് വെച്ചാൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും കേക്ക് നമ്മൾ പ്ലം കേക്ക് ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഇത് നന്നായിട്ട് വൈനൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സും നട്ട്സും വൈനിൽ കുതിർത്ത് വെച്ചിട്ട് നമുക്ക് ഈ പ്ലം കേക്ക് തയ്യാറാക്കാം. അതുപോലെ വൈൻ യൂസ് ചെയ്യാതുള്ള പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന പ്ലം കേക്കിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് കാരമൽ സിറപ്പ് തയ്യാറാക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇനി മീഡിയം തീയിലിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ഒരു ബ്രൗൺ കളറാകുന്നിട വരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഒത്തിരി അങ്ങ് തീ കൂട്ടിയിടല്, അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ എല്ലാ സൈഡും ഒരേപോലെ കളറാവും. അപ്പോൾ നന്നായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ സൂക്ഷിക്കുക, മേത്തൊക്കെ തെറിച്ച് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒന്ന് സൂക്ഷിച്ചൊഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു വെക്കാം. അപ്പോൾ ബൗളിൽ ഒഴിച്ചു വെച്ചിട്ട് ഒന്ന് തണുക്കാൻ വെക്കാം. അപ്പോൾ കാരമൽ സിറപ്പൊക്കെ കുറച്ച് നേരത്തെ ചെയ്ത് വെക്കുമ്പോൾ പെട്ടെന്ന് തണുത്ത് കിട്ടും. ഇനി നമുക്കിതിനകത്തിലേക്ക് സ്പൈസ് മിക്സ് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയും കൂടെ ഇനി ചേർത്ത് കൊടുക്കുന്നത് 2 ഏലക്കയാണ്. അതിനുശേഷം 4 ഗ്രാമ്പൂവും ഒരു ചെറിയ കഷ്ണം ജാതിക്ക മതിയാവും. അതിൻ്റെ കൂടെ ഒരു നുള്ള് അയമോദകമാണ്. അതിപ്പോൾ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചേർത്താൽ മതിയാവും. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് പൊടിച്ചെടുക്കണം. അപ്പോൾ പൊടിച്ചെടുത്ത സ്പൈസ് മിക്സ് നമുക്ക് ഈ കേക്ക് മിക്സ് ചെയ്യുന്ന ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുട്ട ഉപയോഗിക്കാത്തവർക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുട്ട ചേർത്തതിന് ശേഷം ഈ പഞ്ചസാരയും സ്പൈസ് മിക്സും എല്ലാം കൂടെ ഇട്ട് കൊടുത്തതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഒത്തിരി ഓവറായിട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണയ്ക്ക് പകരം ബട്ടർ വേണമെങ്കിലും ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാരമൽ സിറപ്പും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുതിർത്ത ഫ്രൂട്ട്സ് നട്ട്സ് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരുന്നതിലെ 1/2 കപ്പാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു ഓറഞ്ചിൻ്റെ സെസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതൊന്നും നമ്മൾ ചുരണ്ടി ഇടുമ്പം അതിൻ്റെ തൊലി ഭാഗം വെളുത്ത ഭാഗമൊന്നും വരാതെ വേണം ചുരണ്ടി കൊടുക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ അകത്തിൽ കയ്പ്പ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മേലത്തെ ഭാഗം മാത്രം ചുരണ്ടി ചേർക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മിക്സഡ് ഫ്രൂട്ട് ജാമാണ് ചേർക്കുന്നത്. അപ്പോൾ ജാം ചേർക്കുമ്പോൾ നന്നായിട്ട് ഉടച്ച് നന്നായിട്ടൊരു പേസ്റ്റ് പോലെ ആക്കി ചേർക്കുക, അല്ലെങ്കിൽ നമ്മൾ മിക്സ് ചെയ്യുമ്പം അവിടെ ഇങ്ങനെ ഇരിക്കും. ഇനി ഇത് നന്നായിട്ട് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും
1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ വളരെ കുറച്ച്, അതായത് ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഉപ്പ് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഉപ്പ് വളരെ കുറച്ച് ചേർത്താൽ മതിയാവും. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്കിൻ്റെ മിക്സ് ഒത്തിരി അങ്ങ് വെള്ളമായി പോകരുത്. അങ്ങനെ ആയിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന നട്ട്സൊക്കെ നമ്മൾ ബേക്ക് ചെയ്തെടുക്കുമ്പോൾ അങ്ങ് അടിയിൽ പോവും. അതുകൊണ്ട് ഇതുപോലെ ഒരു തിക്കായിട്ടുള്ള ഒരു ബാറ്റർ ആയിരിക്കണം. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ കൂടുതൽ ഫ്രൂട്ട്സ് നട്ട്സും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇപ്പം കേക്ക് ബാറ്ററൊക്കെ നിറച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തട്ടിക്കൊടുക്കുക. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി കിട്ടും. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് കാഷ്യൂസ് ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ഭംഗിയൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓവൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് വെച്ചിട്ട് ഒരു 175 ഡിഗ്രി സെൽഷ്യസിൽ 45 മുതൽ 50 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ എനിക്കൊരു ഏകദേശം ഒരു 50 മിനിറ്റ് അടുത്തായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു 45 മിനിറ്റ് കഴിയുമ്പോൾ ഇടയ്ക്കൊന്ന് ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കുക. അപ്പോൾ കറക്റ്റായിട്ട് ബേക്ക് ആയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കുക. അപ്പം മാവില്ലെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ബേക്കായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ബൗൾഡൊക്കെ മാറ്റി ബട്ടർ പേപ്പറൊക്കെ മാറ്റിയിട്ട് എടുക്കാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു പ്ലം കേക്കാണ്. അപ്പം ഈ ഒരു പ്ലം കേക്ക് നമ്മൾ വൈനിലൊക്കെ ഇട്ട് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഈ ഒരു കേക്ക് കട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ കഴിക്കാൻ. എന്നാലേ നമുക്ക് ആ കറക്റ്റ് ആ ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. അതുപോലെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. നല്ല സോഫ്റ്റാണ്. നിറയെ നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കണൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ പുതിയ റെസിപ്പി ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പുതിയ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്